ഈ എല്ലാവർക്കും പറ്റുന്ന പണിയല്ല ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക എന്ന് റീസെൻ്റ്ലി ഞാൻ വേറൊരു പോഡ്കാസ്റ്റിൽ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു. എന്തായിരിക്കും ശരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ്, അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ അവർ അക്യൂർ ചെയ്യേണ്ട കുറച്ച് സ്കിൽസോ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ, ഈ കഴിഞ്ഞ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തായിരിക്കും പറയാൻ പറ്റുക? എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പം അത് ഒരു പക്ഷേ പൂർണ്ണമായും ശരിയാകണമെന്നില്ല. ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം, നമുക്ക് മെച്ചപ്പെട്ട മാറ്റം വരുത്താൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം കാണേണ്ടത്. പിന്നെ നമ്മളുടെ ആ ഒരു ബിസിനസ്സിലൊരു പർപ്പസ് ഉണ്ടാകും. നമ്മളൊരു പർപ്പസ് ലെഡ് ആയിരിക്കണം നമ്മളുടെ ഒരു ബിസിനസ്. അല്ലാതെ ഒരു പ്രോഫിറ്റിന് മാത്രമായിട്ട് നമ്മളിങ്ങനെ, പ്രോഫിറ്റ് ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മളൊരു സമൂഹത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഒരു വേദന അല്ലെങ്കിൽ ഒരു പെയിൻ, അത് മാറ്റുവാനോ അല്ലെങ്കിൽ അത് കുറയ്ക്കുവാനോ, അവരുടെ ഒരു പെയിനെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു ബിസിനസ് രൂപം കൊള്ളേണ്ടത്. അപ്പോൾ അതിൽ കൂടെ അവർ മെച്ചപ്പെടുന്ന അവരുടെ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്കത് കഴിയണം. അപ്പോൾ ആ ഒരു ചിന്ത വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങൂ. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ലക്ഷ്യമെങ്കിൽ അതിന് വേറെ ഒരുപാട് മാർഗ്ഗമുണ്ട്. നമ്മൾ ഷെയറിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടാൽ മതി, അങ്ങനെ അതിനകത്ത് ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ പൈസ ഇട്ടാൽ മതി. പക്ഷേ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വേറെയാണ്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ എമ്പതിയോടെ കാണാൻ നമുക്ക് പറ്റണം. നമുക്ക് വേൾഡിലൊരു മാറ്റം വരുത്തണം, നമ്മൾ മുഖാന്തരം ഒരു ചേഞ്ച് ഉണ്ടാവാൻ പറ്റണം. ഈ ലോകം നമ്മുടേത് മാത്രം എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും കൂടാണ്. നമ്മൾ കഴിഞ്ഞാലും ലോകം നിലനിൽക്കണം, നമ്മൾ കഴിഞ്ഞാലും ആൾക്കാർക്ക് ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു നേച്ചർ ഹാർമണി നിലനിർത്തിക്കൊണ്ട് ആൾക്കാർക്ക് മെച്ചപ്പെട്ട ജീവിതം കൊടുക്കുവാൻ പറ്റുന്ന ഏത് ബിസിനസ്സും നല്ലത് തന്നെയാണ്.